ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം പാസ്. അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. മാഷാല്ലാ ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് വ്ളോഗൊന്നുമല്ല കേട്ടോ, നമ്മൾ ഈ അടുത്തായിട്ട് മീഷോന്ന് കുറച്ച് പ്രോഡക്റ്റ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. ഇത് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരു വട്ടം ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ പറയണത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ്. ലീക്കേജോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ ഓയിൽ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള പ്രശ്നം ലീക്കേജാണ്. പിന്നെ ഓയിൽ മൊത്തം എല്ലായിടത്തും സ്പ്രെഡായിട്ട് കയ്യിലും പിടിക്കുന്ന സ്ഥലത്ത് മൊത്തം അങ്ങനെ ആയിപ്പോയല്ലോ. ഇതിൻ്റെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓയിൽ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. കുറേ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനിത് വാങ്ങണോ വേണ്ടേ അങ്ങനെ നിന്നിട്ട് പിന്നെ അവസാനം വാങ്ങുന്നത് ചെയ്തു. കാരണം റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ നല്ല പ്രോഡക്റ്റാണെന്ന് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ജാറും വരുന്നുണ്ട്, പ്ലാസ്റ്റിക്കും വരുന്നുണ്ട്. ഗ്ലാസിൻ്റെ സംഭവങ്ങളോട് ഭയങ്കര ഇഷ്ടം കൂടുതലായതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ജാറിന് അത്ര റേറ്റ് ഇല്ല കേട്ടോ. ഗ്ലാസ് ബോട്ടിലിനാണ് റേറ്റ്. പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കെയർ ചെയ്ത് കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ എപ്പോഴും കാണാനൊരു ഭംഗിയും ഹെൽത്തിയൊക്കെ ആയിട്ടുള്ളത് ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഗ്ലാസിൻ്റെ ബോട്ടിൽസും ജാറുകളൊക്കെ തന്നെയാണ് വാങ്ങിക്കേട്ടോ. അപ്പോൾ അതാ കിട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകിയിട്ട് അതിൽ ഓയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സാധനങ്ങൾ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാതൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തലേദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. തലേദിവസമല്ല, 2 ദിവസമായി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നങ്ങോട്ട് ഡിലേ ആയതാട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തുടച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് വെക്കണം. ഓയിലെന്ന് പറഞ്ഞാൽ ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ആക്കി വെക്കണത് കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിരുന്ന ബോട്ടിൽ ലീക്കേജ് പ്രശ്നം കൊണ്ട് ഒഴിവാക്കേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ വലിയ ബോട്ടിൽ നിന്ന് അങ്ങനെ എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് വേഗം ഓയിലൊക്കെ ആക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് അടുക്കളയിൽ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. അതിനെ കാണുമ്പോൾ അടുക്കളയിലേക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ സംഭവങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് അങ്ങനെയാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ കൂടുതൽ സമയം നിൽക്കുന്നത് അടുക്കളയിലല്ലേ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമാണല്ലോ. കുറേ ഓയിൽ ഡിസ്പെൻസർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത്, ചിലത് പെട്ടെന്ന് ലീക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഈ ലിഡ് ഉണ്ടല്ലോ, നല്ല ടൈറ്റായിട്ട് ഇരിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. വാങ്ങാൻ നല്ലപോലെ ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ വാങ്ങിയത് ഇതാ ഫോണിൻ്റെ കവറാണ്. നമ്മളെ കയ്യിൽ iPhone 10 ഉണ്ടായിരുന്നു. അതിങ്ങനെ ഉപയോഗിക്കാതിരിക്കുകയാണ്. മക്കളിപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അതിന് കവറില്ലാതെ പറ്റില്ല. ഇപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ അല്ലേ, ഫോണിന് നല്ല ഉപയോഗം ഉണ്ടാവും. അപ്പോൾ വേഗം തന്നെ ഒരു കവറൊക്കെ വാങ്ങിയിട്ട് അതിന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങി. iPhone 10 കവർ ഷോപ്പിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മീഷോയിലും ഞാൻ കുറേ തപ്പി നോക്കി, അവിടെയും കിട്ടണില്ല കേട്ടോ. 10 എന്തോ കുറച്ച് ഡിമാൻഡ് ഉണ്ടോയെന്ന് അറിയില്ല. കവർ കിട്ടാൻ ഭയങ്കര പാടിട്ടാ. അങ്ങനെ പിന്നെ ആമസോണിൽ നിന്നാണ് അത് കിട്ടിയത് കേട്ടോ. പിന്നെ ഇതാ ഈ സംഭവം, ഇത് മീഷോന്ന് തന്നെയാണ്. നമ്മളെ എന്താ പറയുക, നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകണ സംഭവം. ഇതിനെന്താ പേര്? ഇതും ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. നല്ല സംഭവം തന്നെ. പാത്രമൊക്കെ നല്ല പോലെ ഉരച്ച് കഴുകാനൊക്കെ പറ്റുന്നുണ്ട്, നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി വലിപ്പം വേണമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു ടവലിൻ്റെ വലിപ്പമുള്ളൂ. അപ്പോൾ നനഞ്ഞിട്ട് നമ്മൾ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ അത് തീരെ വലുപ്പമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ 2 ചേർത്ത് വെച്ചാലേ നമുക്കൊന്ന് നല്ലപോലെ ഒരുതി കഴുകാനൊക്കെ പറ്റണുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ പാത്രമൊക്കെ ക്ലീൻ ആവുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് കേടായി പോകണമൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ ഒരു ബ്രഷ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ എഡ്ജസൊക്കെ സാധാരണ ബ്രഷൊന്നും ക്ലീൻ ചെയ്യുന്ന സമയത്ത് എത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റണ നല്ലൊരു ബ്രഷാണ് കേട്ടോ. അങ്ങനെ അത്. ഇനിയിപ്പോൾ ഇതാ ഇത് മോനക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തതായിരുന്നു. ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഇത് മോനുവിൻ്റെ പണിയാണ്. അവനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് വാങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഈ ഒരു ഡ്രസ്സ് ഓനക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. ഐ ലവ് മൈ ഡാഡ് എന്നൊക്കെ കണ്ടപ്പോൾ ഓനക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓർഡർ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. പിന്നെ മക്കളെ ഇഷ്ടമല്ല, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ പറഞ്ഞപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ഡ്രസ്സ് തന്നെയാണ്. പിന്നെ മോൻക്ക് ഇട്ട് കൊടുത്തിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫുൾ സ്ലീവ് വരുന്ന ഡ്രസ്സുകൾ കുഞ്ഞു മക്കൾക്ക് നല്ല രസമാണല്ലോ. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഇതാ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ പുകയ്ക്കണ സംഭവം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. മീഷോയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇത് കണ്ടപ്പോൾ അതിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ നല്ല പ്രൊഡക്റ്റാന്നൊക്കെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. കാണാനും നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവമല്ലേ, അങ്ങനെ വാങ്ങിയതാ.
പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഞാൻ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി വലുപ്പമൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത്ര വലുപ്പമില്ല കേട്ടോ കയ്യിൽ കിട്ടിയപ്പോൾ. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഇതൊക്കെ കുറച്ചും കൂടി വലുതാണെങ്കിൽ നമ്മൾ ആ ബാഹൂറും ചാർക്കോളൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ ഇത് സ്പേസ് കുറവാണെന്ന് തോന്നി. അങ്ങനെ ചെറിയൊരു നെഗറ്റീവ്. എന്നാലും കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇക്ക വരുമ്പോൾ ഇതാ പുകയ്ക്കണ നല്ലൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇയാൾ വിദേശിയാണ്, മറ്റേത് നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് കമ്പയർ ചെയ്യുന്നതിൽ കാര്യമില്ല. ഇത് നല്ല സംഭവമാണ്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റമദാൻ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വൈകുന്നേരം മഗ്‌രിബിൻ്റെ സമയത്തും അതേപോലെ സുബഹിക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പുകയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതങ്ങനെ കറണ്ടിന് വെക്കുന്നത് കൊണ്ട് കേട്ടോ ബാഹൂർ ഇങ്ങനെയും പുകയ്ക്കലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായിട്ട് എന്തിനാ പിന്നെ വാങ്ങിയെന്ന് വെച്ചാൽ എന്തോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ വാങ്ങിയതാണ് ഇതാ നമ്മളെ വീട്ടമ്മമാർക്ക്, അതായത് കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് എപ്പോഴും അത്യാവശ്യമാണല്ലോ ഈ ഒരു സംഭവം. ഡയപ്പറാണ്. ഒരു ഓഫർ പ്രൈസിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഡയപ്പർ വാങ്ങിയിട്ട് ഉള്ള കാശ് മുഴുവൻ പോണ വട്ടാണ്. കാരണം അത്രയും റേറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ തൊട്ടടുത്തൊക്കെയുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ. കാരണം 2 പീസ് 3 പീസൊക്കെ ആയിട്ട് വാങ്ങിക്കുമ്പോൾ അതൊട്ടും മുതലാവില്ല. ഇങ്ങനെ കുറച്ചധികം ഇങ്ങനെ വാങ്ങി വെക്കുമ്പോഴേ കുറച്ചെങ്കിലും ഒരു ലാഭമായിട്ട് തോന്നണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ 52 പീസ് വരുന്നുണ്ട്. ഇതിന് 400 സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരു 1.5 മാസത്തേക്ക് ഇനിയിപ്പോൾ ഈ ഒരു സംഭവം വാങ്ങണം എന്നുള്ള ടെൻഷനൊന്നുമില്ല. പണ്ടൊന്നും ഇതുണ്ടായിട്ടില്ലല്ലോ അല്ലേ. ഇക്കാൻ്റെ ഉമ്മ എപ്പോഴും പറയും നിങ്ങളൊന്നും ഞങ്ങൾ വളർത്തിയിരിക്കുന്നത് ഇതൊന്നും ഇട്ടെന്നിട്ടൊന്നും ഇല്ലയെന്ന്. പക്ഷേങ്കിൽ ഇപ്പോൾ ഇതില്ലാതെ നടക്കില്ല. എന്തോ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. എനിക്ക് മോൻ്റെ ഡയപ്പർ കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അത് കിട്ടണ വരെ അത് വാങ്ങി വെച്ചാലൊരു സമാധാനമേ ഉള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ കുറച്ചധികം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നോക്കിക്കണം കേട്ടോ ക്വാളിറ്റി ഉള്ളതാണോ അല്ലേ എന്നൊക്കെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോൻക്ക് ഇട്ടെടുത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ലീക്കേജ് ഒന്നുമില്ല. ഞാൻ ഓൺലൈനിൽ നിന്ന് ഡയപ്പർ വാങ്ങുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ അതും മീഷോ തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ അതാ അടുത്തത് വാങ്ങിയത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഡെക്കറേറ്റാണ്. നമുക്കിത് വീട്ടിൽ എന്താ പറയുക, നമ്മളിങ്ങനെ വീടൊക്കെ ഒന്ന് അടുക്കും ചിട്ടയിലൊക്കെ ആക്കിയിട്ട് വെക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോ പീസും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമാവുമല്ലോ. അപ്പോൾ ഞാൻ ഇത് എൻ്റെ റമദാൻ വീഡിയോയിലൊക്കെ ഇതും കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ ഇനിയൊരു ക്യാൻഡിലും കൂടി വെച്ചെടുത്താൽ സൂപ്പറായിരിക്കും. ഞാനിപ്പോൾ ക്യാൻഡിൽ വാങ്ങിച്ചിട്ടില്ല കേട്ടോ, ഇത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നല്ല രസമായിട്ട് തോന്നി. ഇതിൻ്റെ 2-3 കളറൊക്കെ കണ്ടു. അപ്പോൾ ഈ ഗോൾഡൻ കളറാണ് കുറച്ചും കൂടി നന്നാവാൻ തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡൈനിങ് ടേബിളിൽ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം, പക്ഷേ ടേബിളിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ലുക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് നമ്മളെ വീടൊക്കെ ഒന്ന് മൊഞ്ചായിട്ട് കാണാനൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ക്യൂട്ട് ഐറ്റംസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരുക്കി വെക്കുമ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ വാങ്ങിയതാണ്. കുറേ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ റമദാനൊക്കെ ആയപ്പോൾ ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വാങ്ങിയത്. ഇതൊക്കെ ചെറിയ ചെറിയ പ്രൈസിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മീഷോ പ്രോഡക്റ്റ്സുകളാണ് കേട്ടോ. ബിലോ 500 അത്രേ വരുന്നുള്ളൂ കേട്ടോ ഇതിനൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സുകൾ. 1-2 ആമസോൺ, ബാക്കിയൊക്കെ മീഷോന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എപ്പോഴും വാങ്ങിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പറ്റുന്ന സമയത്ത് ഓഫറൊക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ കിച്ചണിക്കും നമ്മളെ വീട്ടിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെറിയ പ്രൈസിനൊക്കെ വാങ്ങിച്ചിട്ട് വീടൊക്കെ ഒന്ന് മൊഞ്ചക്കുക. നമ്മളെ ഇഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. ചെറിയ പൈസക്കുള്ളത് മതി, വലിയ വലിയ സംഭവങ്ങളൊന്നും വാങ്ങാൻ പറ്റണില്ല എന്ന് ടെൻഷൻ അടിക്കണ്ട. ഇതേപോലത്തെ സംഭവത്തിൽ നമുക്ക് സന്തോഷമൊക്കെ കണ്ടെത്താൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതിലുള്ള പ്രോഡക്റ്റ്സുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.